നടൻ സലീം കുമാർ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അദ്ദേഹം സമ്മതിദാനാവകാശം വിനിയോഗിക്കാനായി എത്തിയിരിക്കുകയാണ്. ദിലീപ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിലൊക്കെ ചില പരാമർശങ്ങളൊക്കെ നടത്തുകയും അത് വലിയ ചർച്ചയാകുകയും വിവാദമാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ. ഇപ്പോൾ അതിന് പിന്നാലെയാണ് സലീം കുമാർ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുന്നത്. അദ്ദേഹം ചില മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണ രംഗത്ത് ഇറങ്ങിയിരുന്നതാണ്. ചില പരാമർശങ്ങൾ നേരത്തെ അസിത പറഞ്ഞതുപോലെ വിവാദമായിരുന്നു. പക്ഷേ ആ വിവാദങ്ങളെ ഒന്നും ഊസാതെ തൻ്റെ അഭിപ്രായം അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്തു, ആവർത്തിക്കുകയും ചെയ്തു. കുടുംബസമേതമാണ് എത്തിയിരിക്കുന്നത്, മകനെയും കാണാം. അതെ, വിഷ്ണു സുരേഷിന്റെ വിവരങ്ങൾ നൽകാനായി. വിഷ്ണു, പറഞ്ഞോളൂ. അസിത, പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സ്ഥിതി ചെയ്യുന്ന 97-ാം നമ്പർ പോളിംഗ് സ്റ്റേഷനിലാണ് ഇപ്പോൾ നടൻ സലീം കുമാർ കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ UDFന്റെ ഒരു പ്രധാനപ്പെട്ട എറണാകുളത്തെ ഒരു പ്രധാനപ്പെട്ട ക്യാമ്പയിനർ കൂടിയായിരുന്നു അദ്ദേഹം പറവൂർ നിയോജക മണ്ഡലത്തിൽ VD സതീശന് വേണ്ടിയും അതോടൊപ്പം കളമശ്ശേരിയിൽ ഗഫൂറിന് വേണ്ടിയും ഒക്കെ പ്രസംഗിക്കാൻ വേണ്ടി എത്തുകയും അവിടെ അതിരൂക്ഷ ഭാഷയിൽ ഇടതുപക്ഷത്തെ വിമർശിക്കുകയും ഒക്കെ ചെയ്താണ്. വലിയ സൈബർ ആക്രമണം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതിയൊക്കെ പോയി. പക്ഷേ അപ്പോഴൊന്നും താൻ തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാനില്ല. താൻ പറഞ്ഞ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു, UDFനൊപ്പം നിൽക്കുന്നു എന്ന് അസന്നിഗ്ധമായി പണ്ട് മുതൽ തന്നെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് സലീം കുമാർ. അദ്ദേഹം പറവൂരിലെ സ്ഥിരതാമസക്കാരനാണ്. ആ ഘട്ടത്തിൽ ഏറെ നാളായി പറവൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ സ്ഥിരമായി ഈ ക്യാമ്പയിൻ പട്ടികയിലുള്ള ആൾ കൂടിയാണ് അദ്ദേഹം. ഇത്തവണ പക്ഷേ അത് കുറച്ചുകൂടി കടുപ്പിച്ച ഭാഷയിലാണ് അദ്ദേഹത്തിന്റെ വിമർശനങ്ങളൊക്കെ വന്നത്. അദ്ദേഹം വോട്ട് ചെയ്തപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ മകൻ ചന്തു അടക്കമുള്ള ആളുകൾ ഒപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. VD സതീശന് വേണ്ടി VD സതീശന് വരണം എന്ന് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ സിനിമാ മേഖലയിൽ നിന്ന് UDFന് വേണ്ടി പറഞ്ഞ ഒരാൾ കൂടിയായിരിക്കും അദ്ദേഹം. അത് പലതവണ അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിരുന്നു. പല ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ, പ്രത്യേകിച്ച് ഇടത് സൈബർ ഹാൻഡിലിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം ഭിന്നശേഷിക്കാരെ അധിക്ഷേപിച്ച തരത്തിലൊരു പരാതിയൊക്കെ അദ്ദേഹത്തിനെതിരെ വന്നെങ്കിലും ആ പരാതിയൊക്കെ കുറിച്ച് ചോദിക്കുന്ന ഘട്ടത്തിലൊക്കെ താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു, ഒരു മാറ്റം വേണം എന്ന നിലപാടിൽ വ്യക്തമാക്കിയ ആളാണ്. സലീം കുമാറിന്റെ പ്രതികരണത്തിലേക്ക് എത്താമെന്ന് തോന്നുന്നു. അദ്ദേഹം അല്പസമയത്തിനകം ഇതിൽ പ്രതികരിക്കും എന്നാണ് കരുതുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.